മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും വീണ്ടും വലിയ തിരിച്ചടി. കൊടുങ്കാറ്റായി മാറിയിരിക്കുകയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 3 ബില്ലുകളിലാണ് പണികിട്ടിയത്. ഏതായാലും സംസ്ഥാന സർക്കാരിനും പിണറായിക്കും വൻ തിരിച്ചടി. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് വൻ വിജയം തന്നെ. മാത്രവുമല്ല, ഒറ്റനോട്ടത്തിൽ നോക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് ലോകായുക്തയിൽ മേൽക്കൈയാണെങ്കിലും മറുവശത്ത് 3 ബില്ലുകൾ രാഷ്ട്രപതി തടഞ്ഞതോടെ സർക്കാരുമായുള്ള പോരിൽ ഗവർണർക്ക് തന്നെയാണ് മേൽക്കൈ. പ്രത്യേകിച്ചും ഗവർണറെ ഒഴിവാക്കാനുള്ള വാഴ്സിറ്റി ബില്ല് രാഷ്ട്രപതി തടഞ്ഞതോടെ സംസ്ഥാന സർക്കാരിനും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനും വലിയ ചോദ്യങ്ങൾ. അവിടം കൊണ്ടും തീർന്നില്ല. ലോകായുക്ത നിയമം വന്നാലും നിയമ പോരാട്ടം ഉറപ്പ്. ലോകായുക്ത ഉത്തരവുകളിന്മേൽ മുഖ്യമന്ത്രിക്കും നിയമസഭയ്ക്കുമുള്ള അപ്പീൽ അധികാരം ചോദ്യം ചെയ്യപ്പെടുമെന്നാണ് പുതിയ ചർച്ചകൾ. ലോകായുക്തയുടെ അധികാരം വെട്ടിക്കുറച്ച് നിയമസഭ പാസാക്കിയ നിയമം നിലവിൽ വന്നാലും അതിന്റെ സാധുതയെ ചൊല്ലി നിയമ പോരാട്ടം ഉറപ്പായി. അഴിമതി കേസിൽ കുറ്റവാളിയെന്ന് ലോകായുക്ത കണ്ടെത്തിയാൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും രാജിവെക്കേണ്ടി വരുമെന്ന വകുപ്പിലാണ് സംസ്ഥാന സർക്കാർ ഭേദഗതി വരുത്തിയത്. ഇതനുസരിച്ച് മുഖ്യമന്ത്രി കുറ്റവാളിയാണെന്ന് ലോകായുക്ത കണ്ടെത്തിയാൽ നിയമസഭയാണ് അപ്പീൽ അതോറിറ്റി. മുഖ്യമന്ത്രിക്ക് നിയമസഭയിൽ ഭൂരിപക്ഷം ഉള്ളതിനാൽ ഈ കണ്ടെത്തൽ സ്വാഭാവികമായും തള്ളും. മന്ത്രിമാർക്കെതിരെയുള്ള വിധി വന്നാൽ മുഖ്യമന്ത്രിയാണ് അപ്പീൽ അതോറിറ്റി. കണ്ടെത്തൽ തള്ളി മുഖ്യമന്ത്രിക്ക് മന്ത്രിമാരെ സംരക്ഷിക്കാം. MLA-മാർക്കെതിരെയാണെങ്കിൽ സ്പീക്കർക്ക് തീരുമാനമെടുക്കാം. ഫലത്തിൽ സർക്കാരിനെതിരെ അഴിമതി നിരോധന നിയമം അനുസരിച്ച് ലോകായുക്തയുടെ കണ്ടെത്തൽ വന്നാലും അത് തള്ളാൻ സാധിക്കും. അർദ്ധ ജുഡീഷ്യൽ അധികാരമുള്ള ലോകായുക്തയുടെ ഉത്തരവുകളിൽ അപ്പീൽ തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രിക്കോ നിയമസഭയ്ക്കോ സാധിക്കുമോ എന്നതാണ് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുക. ഇത് സുപ്രീംകോടതി വിധികൾക്കെതിരാണെന്നും വാദമുണ്ട്. ജുഡീഷ്യറിയുടെ കണ്ടെത്തലിൽ അപ്പീൽ തീരുമാനമെടുക്കാൻ ജുഡീഷ്യറിക്കാണോ അധികാരമെന്ന് കോടതിയാണ് വ്യക്തമാക്കേണ്ടത്. കേന്ദ്രം കൊണ്ടുവന്ന ലോക്പാൽ നിയമം അനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ പുറത്താക്കാനുള്ള അധികാരം കോടതിക്കോ തെരഞ്ഞെടുക്കപ്പെട്ട സമിതിക്കോ ആണെന്ന് സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഈ സാഹചര്യത്തിലാണ് രാഷ്ട്രപതി ഈ ബില്ലിന് അനുമതി നൽകിയത്. ബില്ലിന്റെ വിശദാംശങ്ങളിലേക്ക് രാഷ്ട്രപതി കടന്നു എന്ന് വ്യക്തമല്ല. ഭരണരംഗത്തുള്ള ആൾ അഴിമതിയോ അധികാര ദുർവിനിയോഗമോ നടത്തിയാൽ അതിനെതിരെ ലോകായുക്തയെയോ വിജിലൻസ് കോടതിയെയോ ആണ് സമീപിക്കാൻ സാധിക്കുക. വിജിലൻസ് കോടതിയിൽ കേസ് എടുക്കണമെങ്കിൽ സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണം. അത് ലഭിക്കുക ബുദ്ധിമുട്ടാണ്. ഫലത്തിൽ അഴിമതി നടത്തിയാലും ശിക്ഷിക്കപ്പെടാൻ സാധ്യത കുറയും. ലോകായുക്ത നിയമ ഭേദഗതി സുപ്രീംകോടതി വിധിക്ക് എതിരായതിനാൽ അത് വിജ്ഞാപനം ചെയ്യുന്ന മുറയ്ക്ക് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ദുരിതാശ്വാസ നിധി ദുരുപയോഗത്തിനെതിരെ ലോകായുക്തയിൽ ഹർജി നൽകിയ RS ശശികുമാർ അറിയിച്ചിട്ടുണ്ട്. ബിൽ പാസാക്കുന്നതിലൂടെ ലോകായുക്തയെ നോക്കുകുത്തിയാക്കുന്നു എന്ന പരാതികൾ ലഭിച്ചതിനെ തുടർന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാസങ്ങളോളം ബില്ലിൽ ഒപ്പുവെക്കാതെ തടഞ്ഞുവെച്ചത്. ലോകായുക്ത ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി അനുമതി നൽകിയ സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച ഫയൽ തന്റെ മുന്നിലെത്തുന്ന മുറയ്ക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അംഗീകാരം നൽകും. രാഷ്ട്രപതി അനുമതി നൽകിയാലും ബിൽ അംഗീകരിച്ച് വിജ്ഞാപനം ഇറക്കേണ്ടത് ഗവർണറാണ്. ഏതെങ്കിലും ബിൽ രാഷ്ട്രപതിയുടെ അനുമതിക്കായി ഗവർണർ അയക്കുമ്പോൾ അതിന് അനുമതി നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്ന കത്തുകൂടി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് അയക്കാറുണ്ട്. രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ചാൽ ഫയൽ സർക്കാരിലേക്കാണ് തിരികെ അയക്കുക. അവിടെ നിന്നും വീണ്ടും ഈ ഫയൽ രാജ്ഭവനിലേക്ക് വിടണം. ഗവർണർ ഒപ്പുവച്ചാൽ നിയമം വിജ്ഞാപനം ചെയ്യും. ഗവർണർ മുംബൈയിലേക്ക് പോവുകയാണ്. അതിനു മുൻപ് ലോകായുക്ത ഫയൽ എത്തിയാൽ ഒപ്പുവെക്കും. UGC ചട്ടം ലംഘിച്ച് നിയമനം ലഭിച്ച 4 വൈസ് ചാൻസലർമാരുടെ ഭാവി എന്തായിരിക്കുമെന്ന് കേരള സർവകലാശാലയിൽ മന്ത്രി R ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ വിവാദ സെനറ്റ് യോഗത്തിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്നും അദ്ദേഹം തീരുമാനിച്ചിട്ടുമില്ല. ഏതായാലും തൽക്കാലം ഒറ്റനോട്ടത്തിൽ സംസ്ഥാന സർക്കാരിന് ആശ്വാസമെന്ന് തോന്നുന്നെങ്കിലും വരും ദിവസങ്ങളിൽ RS ശശികുമാർ കളത്തിലിറങ്ങുമെന്ന് വ്യക്തം. ഗവർണറും അതിശക്തമായി തന്നെ പല വിഷയങ്ങളിലും നിലപാട് വ്യക്തമാക്കുമെന്നും ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. ഏതായാലും സർവകലാശാലകളുടെ ചാൻസലർ പദവിയിൽ നിന്നും ഗവർണറെ ഒഴിവാക്കാനും വൈസ് ചാൻസലർ നിയമനങ്ങൾ കൈപ്പിടിയിലാക്കാൻ സെർച്ച് കമ്മിറ്റി വിപുലീകരിക്കാനും അടക്കം കൊണ്ടുവന്ന 3 ബില്ലുകൾക്ക് രാഷ്ട്രപതി അനുമതി നൽകിയിട്ടില്ല. ഇതോടെ സർക്കാരുമായുള്ള പോരിൽ ഗവർണർക്ക് മേൽക്കൈയാണ്. ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ച 7 ബില്ലുകളിൽ ലോകായുക്ത നിയമ ഭേദഗതിക്ക് മാത്രമാണ് രാഷ്ട്രപതി അനുമതി നൽകിയത്. 3 എണ്ണമാണ് നിരാകരിച്ചത്. 3 ബില്ലുകളിൽ തീരുമാനമെടുത്തിട്ടുമില്ല. രാഷ്ട്രപതി അനുമതി നിരാകരിച്ച ബില്ലുകൾ ഗവർണർ വഴി സർക്കാരിന് തിരിച്ചു നൽകും. ഇത് ഭേദഗതികളോടെ വീണ്ടും കൊണ്ടുവരാൻ നിയമസഭയ്ക്ക് കഴിയും. രാഷ്ട്രപതി അംഗീകരിച്ച ലോകായുക്ത ബിൽ സർക്കാരിന് കൈമാറി ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിക്കണം. കേന്ദ്രം പാസാക്കിയ ലോക്പാൽ നിയമത്തിന് വിരുദ്ധമല്ലാത്തതിനാലാണ് ലോകായുക്ത ഭേദഗതി അംഗീകരിച്ചത്. ലോക്പാലിൽ പ്രധാനമന്ത്രിക്കടക്കം പരിരക്ഷയുണ്ട്. കേന്ദ്ര നിയമത്തിന് വിരുദ്ധമല്ലെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചതിനെ തുടർന്നാണ് രാഷ്ട്രപതിയുടെ അനുമതി.